യൗവനക്കാർ പലയിടത്തും ജോലിക്ക് വേണ്ടി പോവുകയാണ്. വീട്ടമ്മമാര് വീട്ടിലെന്താണ് കഠിനമായിരിക്കുന്ന ഹൃദയഗതിയോടുകൂടി പിറുപിറുപ്പോടുകൂടി പല കാര്യങ്ങളും ചെയ്യുകയാണ്. മക്കളോ വിദ്യാഭ്യാസത്തിനായിട്ട് പോവുകയാണ്. അവർക്കൊന്നും ഇത് സന്തോഷമില്ല. കാരണം കുടുംബത്തിൽ സന്തോഷം അവർക്ക് കണ്ടെത്തുവാൻ കഴിയുന്നില്ല. നിരാശ മാത്രമേ ഉള്ളൂ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇതിനെല്ലാം ഒരു പരിഹാരം യേശുക്രിസ്തുവിലുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഹിന്ദുക്കളായിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ട, ഇത് ക്രിസ്ത്യാനികളുടെ ദൈവമൊന്നുമല്ല. യേശുക്രിസ്തു എന്ന് പറഞ്ഞാൽ നിനക്ക് വേണ്ടിയിട്ടും കൂടെ മരിച്ച നിന്റെ യഥാർത്ഥമായിരിക്കുന്ന സ്നേഹിതനാണ്. നിന്റെ യഥാർത്ഥമായിരിക്കുന്ന സ്നേഹിതനത്രേ യേശുക്രിസ്തു. നിങ്ങൾ വിചാരിക്കുന്ന ഇത് ഹിന്ദുക്കളുടെ ദൈവം, അത് ക്രിസ്ത്യാനികളുടെ ദൈവം, അങ്ങനെ ഒരു ദൈവമില്ല പ്രിയപ്പെട്ടവരെ. വീണ്ടും നിങ്ങളുടെ ബുദ്ധിയെ തുറക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു. ഏതെങ്കിലും മതങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്നവർ ദൈവമേ അല്ല. യേശുക്രിസ്തു ക്രിസ്ത്യാനികളുമായിട്ട് ഒരു ബന്ധവുമില്ല. വെച്ചാൽ ക്രിസ്തീയ മതവിശ്വാസത്തിന് യേശുക്രിസ്തുവിന് ഒരു ബന്ധവുമില്ല പ്രിയപ്പെട്ടവരെ. അവർ യേശുക്രിസ്തുവിനെ അംഗീകരിച്ചിട്ടുമില്ല, യേശുക്രിസ്തുവിൽ വിശ്വസിച്ചിട്ടുമില്ല. അവർ യേശുക്രിസ്തുവിനേക്കാൾ ഉപരി അവരുടെ പാരമ്പര്യങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് അവരും മറ്റുള്ളവരെ പോലെ ദൈവമില്ലാത്തവരായിട്ട് ദുഃഖത്തിലും കണ്ണുനീരിലും ആത്മഹത്യയിലും കൊലപാതകത്തിലും മദ്യപാനത്തിലും ചൂതാട്ടത്തിലും ഒക്കെ നിന്നുകൊണ്ട് സമാധാനമില്ലാതെ മരിച്ചതിന് ശേഷം എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലും വിചാരമില്ലാതെ അവരും മരിച്ച് നരകാഗ്നിയിലേക്ക് ഒടുങ്ങി പോവുകയാണ്.